ഭാരതീയ ആധ്യാത്മികത നമ്മുടെ സംസ്കാരവും പൈതൃകവും പാരമ്പര്യവും ഒക്കെ വരും തലമുറയ്ക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുവാൻ സ്വാമി ചിന്മയാനന്ദ തിരഞ്ഞെടുത്ത ഒരു മാർഗം ഭഗവത്ഗീതയിലെ തത്വങ്ങൾ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. ലോകത്തെല്ലായിടവും സ്വാമിജിയുടെ നേതൃത്വത്തിൽ ഭഗവത്ഗീത ജ്ഞാനയജ്ഞങ്ങൾ വരും തലമുറയ്ക്ക് ഗീതാതത്വം പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടി ഇത്രമാത്രം അത്യധ്വാനം ചെയ്തിട്ടുള്ള ഒരു ആധ്യാത്മിക പുരുഷൻ ഉണ്ടായിട്ടില്ല. അതിന്റെ ഭാരതീയ ആധ്യാത്മികതയുടെ പ്രചാരണത്തിന് വേണ്ടി സ്ഥാപിച്ച ആ ചിന്മയ മിഷന്റെ 75ാമത് വാർഷികത്തോട് അനുബന്ധിച്ചാണ് ഈ അമൃത യാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ അമൃത യാത്രയ്ക്ക് പുതിയകാവ് ഭഗവതി ക്ഷേത്ര ഭരണസമിതിയുടെ എല്ലാ ഭാവുകങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഭഗവത്ഗീതയുടെ തത്വത്തിനെ, ഭഗവത്ഗീതയുടെ സന്ദേശത്തിനെ കൂടുതൽ ആളുകളിലേക്ക്, പ്രത്യേകിച്ച് യുവജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായിട്ട് ഡിസംബർ 31-ാം തീയതി ആരംഭിച്ച് ഒക്ടോബർ 23 വരെ നീണ്ടു നിൽക്കുന്നതായിട്ട് ഈ യാത്രയിൽ ഭാരതത്തിലെ എല്ലാ സംസ്ഥാനങ്ങളും പറയുന്നുണ്ടായിരിക്കും. മാത്രമല്ല ശ്രീലങ്കയിലും നേപ്പാളിലും പോയി നമ്മൾ ന്യൂഡൽഹിയിൽ സമാപിക്കുന്ന സമയത്ത് ഏകദേശം 10 ലക്ഷം ആളുകളെ നമ്മൾ നേരിട്ട് കാണുകയും ഭഗവത്ഗീത സന്ദേശം കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം. ഇതുമായി ബന്ധപ്പെട്ട് നമ്മളിന്ന് കൊല്ലത്തെത്തിയിരിക്കുകയാണ്. വളരെ സന്തോഷമുള്ള കാര്യം നമ്മുടെ പുണ്യകാവതി ക്ഷേത്രത്തിൽ പകരവും കൂട്ടിയും ഈ യാത്രയിൽ സ്വീകരിക്കാൻ ഇവിടുത്തെ നിങ്ങൾ എൻ്റെ ഭാഗമായി കാണിച്ചൊരു മനസ്സാണ്. ഇതിന് ആദ്യം തന്നെ ചിന്മയാമിഷന്റെ പേരിലുള്ള നന്ദി കൊടുക്കുന്നത് അറിയിക്കുന്നു. ഇങ്ങനെയുള്ള യാത്രകളെല്ലാം ഓരോ ഓർമ്മപ്പെടുത്തലുകളാണെന്ന് പറഞ്ഞുകൊള്ളട്ടെ. എന്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്? നമ്മൾ ഓരോരുത്തരും 5 കടങ്ങളും കയറിയാണ് മുന്നോട്ട് പോകുന്നത്. നമ്മൾ ഓരോരുത്തരും 5 കടങ്ങളും കയറിയാണ് മുന്നോട്ട് പോകുന്നത്. എന്താ 5 കടങ്ങള്? ഒന്ന്, നമുക്ക് ദേവന്മാരോടുള്ള കടം, എന്നെ ദേവഗുണം ആണ് പറയുന്നത്. അതായത് ഞാനിവിടെ ഈ സമൂഹത്തിൽ, ലോകത്തില് സന്തോഷത്തോട് ജീവിക്കുന്നുണ്ട് എങ്കിൽ എനിക്ക് അറിയാത്ത ഇടങ്ങളിൽ നിന്ന് എനിക്ക് അനുഗ്രഹങ്ങൾ കിട്ടുന്നു, ഏതോ ഒരു സഹായം കിട്ടുന്നു. അതെന്താണെന്ന് ചിലപ്പോൾ നമുക്ക് അറിയണമെന്നില്ല. പക്ഷെ ഇതിലൂടെ സന്തോഷത്തോട് നമ്മൾ നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പാടില്ല ഒരു അനുഗ്രഹമല്ല, അത് നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടിയിരിക്കുന്നു. ആ ദേവൻ നമുക്ക് വേറെ